ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ലയണൽ മെസ്സി വന്നതിന് ശേഷം അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്കുണ്ടായ വളർച്ച അത് അത്ഭുതകരമാണ്. കളിക്കളത്തിനകത്തും പുറത്തും വലിയ രൂപത്തിൽ വളർച്ച കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരുപാട് ട്രോഫികൾ ഇന്റർ മയാമി നേടി. മെസ്സി വരുന്നതിന് മുൻപ് ഒരൊറ്റ ട്രോഫി പോലും അവരുടെ പേരിൽ ഇല്ലായിരുന്നു. മാത്രമല്ല സാമ്പത്തികപരമായും വലിയ രൂപത്തിലുള്ള ഒരു വളർച്ചയാണ് ഇന്റർ മയാമി കൈവരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നിലവിൽ MLS-ൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഫ്രാഞ്ചൈസികളുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് സ്പോട്ടിക്കോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ക്ലബ്ബ് അത് മെസ്സിയുടെ സ്വന്തം ഇന്റർ മയാമിയാണ്. 1.45 ബില്യൺ US$ അവരുടെ മൂല്യമായിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. അവരാണ് ഒന്നാം സ്ഥാനത്ത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായ ടീം അത് ഇന്റർ മയാമി തന്നെയാണ്. 22% വളർച്ചയാണ് അവർ കൈവരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ജോർദി ആൽബയും സെർജിയോ ബുസ്കറ്റ്സും പോയിട്ടുണ്ട്. എന്നിരുന്നാലും സെർജിയോ റെഗിലോണിനെ പോലെയുള്ള ഒരുപാട് മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ റോഡ്രിഗോ ഡീപോളും മെസ്സിയും സുവാരസും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെ ഒന്നാം സ്ഥാനത്ത് ഇന്റർ മയാമിയാണ്. രണ്ടാം സ്ഥാനത്ത് ലോസ് ആഞ്ചലസ് FC ആണ്. 1.4 ബില്യൺ US$ അവരുടെ ആകെ മൂല്യം. മൂന്നാം സ്ഥാനത്ത് ലോസ് ആഞ്ചലസ് ഗാലക്സി വരുന്നു. 1.17 ബില്യൺ US$. നാലാം സ്ഥാനത്ത് അറ്റ്ലാന്റ യുണൈറ്റഡ് 1.14 ബില്യൺ $. അഞ്ചാം സ്ഥാനത്ത് ന്യൂയോർക്ക് സിറ്റി FC 1.12 ബില്യൺ $. ആറാം സ്ഥാനത്ത് സിയാറ്റിൽ സൗണ്ടേഴ്സ് ആണ് വരുന്നത്. ഏഴാം സ്ഥാനത്ത് ഓസ്റ്റിൻ FC, 8 കൊളംബസ് ക്രൂ, 9 FC സിൻസിനാറ്റി, 10 സാൻ ഡിയേഗോ FC. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതായത് മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമി ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 22% വളർച്ചയാണ് മൂല്യത്തിന്റെ കാര്യത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.